അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് ടി.ബി. മിനി ചേരുന്നുണ്ട്. ശ്രീ ടി.ബി. മിനി, വലിയ നിരാശയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രതികരണം കോടതി വിധിക്കെതിരെ അതിജീവിത നടത്തിയിട്ടുള്ളത്? അതെ, ഒരു ജഡ്ജ്മെന്റ് സാധാരണ ഇതിന് ഞങ്ങൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒരു കീഴ്ക്കോടതിയിലുള്ള ജഡ്ജ്മെന്റ് ഒക്കെ എപ്പോഴും ഞങ്ങൾക്ക് അനുകൂലമാണെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഹയറാർക്കി സിസ്റ്റം വെച്ചിരിക്കുന്നത്. അപ്പീൽ പോകുമ്പോൾ കുറച്ചും കൂടി വിവരമുള്ള ജഡ്ജിമാരുണ്ടാവും, അവരത് കേൾക്കും, നിയമമൊക്കെ നന്നായി കൈകാര്യം ചെയ്യും. അങ്ങനെയാണ് ആ സിസ്റ്റം. ഇവിടെ അതിജീവിതയ്ക്ക് അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം, കേരള ഹൈക്കോടതി എന്ന് പറയുന്ന സംവിധാനത്തിൽ അവരയച്ച നൂറുകണക്കിന് വേണമെങ്കിൽ പറയാം, അവര് 10ഓ 15ഓ കത്തുകൾ അവരയച്ചു, ജനങ്ങൾ അയച്ചിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ ഈ ജഡ്ജിന് വിശ്വാസമില്ലാന്ന് ഒരു ക്ലയന്റ് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം ഇപ്പൊ കാശിന്റെ ചെലവായി എന്ന് പറഞ്ഞില്ലേ, അതൊന്നും വേറൊന്നിനു വേണ്ടിയല്ല. ഈ ജഡ്ജിനെ മാറ്റാൻ വേണ്ടി ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കേസ് നടത്തില്ല. പ്രാവശ്യമല്ല, ആരൊക്കെ കേസ് നടത്തി? ആ കേസില് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള സുരേശൻ മുതൽ അതിജീവിത വരെ ഈ റിക്വസ്റ്റുമായി ഈ കോടതികളുടെ മുന്നിലെ വന്നു. എന്ത് സ്വാധീനമായിരുന്നു ഈ ജഡ്ജിക്ക് ഇവരോടൊക്കെ ഉള്ളത്? ഒരു കക്ഷി ഞങ്ങൾ ഹൈക്കോടതിയിൽ ഒരു കോടതിയിൽ പറയാണ് ഞങ്ങൾക്ക് ഈ കോടതിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ആ ജഡ്ജി അപ്പൊ തന്നെ ആ കേസെടുത്ത് മാറ്റും. ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞു. ജെന്യുവിനായിട്ടുള്ള ജഡ്ജിമാർ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ തന്നെ നടത്തുമെന്ന് പറഞ്ഞ് 7 വർഷം എഴുതുന്നത് എന്തിനാണെന്നുള്ളത് കേരള ജനത, ഇന്ത്യൻ ജുഡീഷ്യറി, ഇന്ത്യൻ സർക്കാർ, കേരള സർക്കാർ അന്വേഷിക്കുക തന്നെ വേണം. പക്ഷേ നോക്കൂ, ഇവിടെ ഈ കോടതി വിധിയിൽ പ്രോസിക്യൂഷന് പറ്റിയ ചില പരാജയങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ. ഇതിൽ അനധികൃതമായി മെമ്മറി കാർഡ്, ഈ ദൃശ്യങ്ങൾ ആരും കണ്ടിട്ടില്ല, തെളിവുകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല, ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് പിന്നിൽ ദിലീപാണ്. ബോധ്യപ്പെടാത്തൊരു കോടതിയില് ഒന്നും ബോധ്യപ്പെടുത്താൻ കഴിയില്ല കൂട്ടുകാരി. കണ്ണടച്ചിരിക്കുന്ന ഒരു കോടതിയില് ഒന്നും ബോധ്യപ്പെടില്ല. ഇത്രയധികം ദിവസം ഇരുന്ന് ട്രയൽ നടത്തി എന്ന ബഹുമാനമൊക്കെ എനിക്ക് അദ്ദേഹത്തിനോടുണ്ട്. പക്ഷേ പൾസർ സുനി എഴുതി, പൾസർ സുനി ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിനെ കൊണ്ട് പരിശോധിപ്പിച്ച് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് പറഞ്ഞു ഇത് അയാളുടെ കയ്യറ്റം തന്നെയാണെന്ന് പറഞ്ഞ് ആ കത്ത് ആരും ചലഞ്ച് ചെയ്തിട്ടില്ല. സംശയമുണ്ടായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജഡ്ജിക്ക് സൊമോട്ടോ വേറെ ഏതെങ്കിലും ഒരു ലാബിലേക്ക് അയക്കാമായിരുന്നില്ലേ? ഇയാളുടെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ആണോ? ഇയാളുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് പറയാൻ ഇതിക്ക് മുന്നേ ഈ പ്രതിയുടെ ഹാൻഡ് റൈറ്റിംഗ് ഈ ജഡ്ജിയുടെ മുന്നിൽ വെച്ച് ഈ ഇദ്ദേഹം ഇടുന്നതായിട്ട് ആ ജഡ്ജി ആ ജഡ്ജ്മെന്റിൽ പറയുന്നില്ലല്ലോ. ഈ പ്രതിഭാഗം ഈ ഒരു കത്ത് ഹാൻഡ് റൈറ്റിംഗിന്റെ വേറെ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടുകളെ കൊണ്ടുവന്ന് ഇത് ഇയാളുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് പറയാത്തോടത്തോളം കാലം ഈ ഹാൻഡ് റൈറ്റിംഗ് ഈ കത്ത് എന്ന് പറഞ്ഞാൽ കത്ത് തന്നെയാണ്. ഒരു തർക്കവുമില്ല ജുഡീഷ്യറിയിൽ. എന്നിട്ട് പറയാണ് അയാളുടെ കത്താണോന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ വിശ്വാസമില്ലായ്മ എന്ന് പറയുന്നത് മനഃപൂർവമായിരിക്കും. മറ്റൊന്നും ജുഡീഷ്യൽ സംവിധാനത്തിലില്ല. മനസ്സിലായില്ലേ?